ഹലോ, ഞാൻ ഇന്നിവിടെ അടിപൊളി വെറൈറ്റി ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മാഗി അതായത് ന്യൂഡിൽസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പുഡിംഗ് തയ്യാറാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മാഗി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ, അതായത് നമ്മൾ നീണ്ടിട്ടല്ലേ ഉണ്ടാവുക, അത് നല്ലപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് അതൊന്ന് കുതിർത്തണം. അപ്പം ഞാനങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇഷ്ടംപോലെ ഉപ്പുണ്ടാവും. ആ ഉപ്പൊക്കെ നമ്മൾ ഇതുപോലെ കുതിർന്നിട്ട് അതിൽ പോകണം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഈ വെള്ളം നല്ല ഉപ്പുള്ള വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരിപ്പയിലോട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. മാഗി നന്നായിട്ട് വാഷ് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 15-20 അതിൽ കൂടുതൽ വെള്ളത്തിൽ കുതിർത്താൻ വെക്കരുത്. എന്നിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനിലയുടെ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും നമ്മൾ ഈ പുഡിങ്ങിൽ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലോട്ട് ഒരു 1.25 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം അതിലോട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തീ കൂടുതലാണെങ്കിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കൽ തുടങ്ങും. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പാല് കട്ടിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മാഗി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാഗി ചേർത്ത് കൊടുത്തിട്ടും അങ്ങനെ തന്നെയാണ്, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ മാഗി ഇവിടെ ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന ഒരു സാധനമല്ലേ മാഗി, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ എന്തായാലും ഏകദേശം ഇവിടെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ ആ ചൂടൊക്കെ കളയണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ ബിസ്ക്കറ്റ്, ഞാൻ ബിസ്ക്കറ്റ് എടുത്തുള്ള ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതും അതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബിസ്ക്കറ്റ് എടുക്കുക. അതുപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തയോ എന്തായാലും ചേർത്ത്. ഇനി ഇതിൻ്റെ കൂടെ എല്ലാം കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എങ്ങനെ ചേർത്താലും നമുക്ക് ടേസ്റ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതൊരു കുഞ്ഞൊരു ബൗൾ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് പരന്ന ട്രേ ആണെങ്കിൽ അതിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഇതേ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതി. ഇനിയില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാഗിയുടെ മിക്സ് ഇട്ടു. അതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വിതറി, ഒപ്പം കുറച്ച് ബിസ്ക്കറ്റും കൂടെ വിതറി. പിന്നെ അതിലോട്ട് കുറച്ചും കൂടെ മാഗി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഹോർലിക്സും പൊടിയും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ മാത്രം ഇട്ടിട്ടും കഴിക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാവും. ചോക്ലേറ്റ് ഡാർക്ക് തന്നെ വേണമെന്നില്ല. നമ്മൾ പുറത്തുനിന്ന് വേണമെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് വാങ്ങിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ